ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടും. ഞങ്ങൾ 3 മണിക്കുള്ള ഒരു പ്രാർത്ഥനയെ പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ കാലഘട്ടം ഒരു വലിയ തിന്മയുടെ ശക്തികൾ ഭൂമിയിൽ അഴിഞ്ഞാടുന്ന സമയമാണ്. ഈ ഡിസംബർ മാസം വലിയ ദുരന്തങ്ങൾ ലോകത്ത് സംഭവിക്കും. അതിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഫിലിപ്പൈൻസിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും. നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാണോ ഈ വീഡിയോ കാണുന്നത് ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യുദ്ധകാഹളങ്ങൾ മുഴങ്ങുന്നു എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായി പറയുക സാധ്യമല്ല. എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് നിർദ്ദേശം നൽകുന്നു. ഭൂമി വിണ്ടുകീറും, മലകൾ ഇടിയും, ഒരുപക്ഷെ അത് ഭൂകമ്പമായിരിക്കാം. ഇത് അന്ത്യകാലമാണ്. തിന്മയുടെ ശക്തികൾ ശക്തി പ്രാപിക്കുന്നു. ദൈവജനം കൂടുതൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരിക്കണം, അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ നിങ്ങളെ കീഴടക്കും. ഡിസംബർ മാസം വലിയൊരു ക്ഷാമത്തിന് തുടക്കമാണ്. വീണ്ടും ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെ നിങ്ങൾ ഗൗരവമായി കാണണം. തിന്മയിൽ ചെന്ന് പെട്ടാൽ വീണ്ടും ഒരു തിരിച്ചുവരവ് സാധ്യമല്ല. കാരണം ഈ കാലഘട്ടത്തിൽ തിന്മയുടെ ശക്തികൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അതുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും തുടരുക. അന്ത്യകാലത്തെപ്പറ്റി ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കാണുക. അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരും. 2 തിമോത്തി 3:1 പറഞ്ഞിരിക്കുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാണ്ട് തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കാൻ സാധ്യമല്ല.